ബി.ജെ.പിയെ സംബന്ധിച്ച് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ വിജയത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. തൃശൂർ ജില്ലയിലാണ് ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലം. അപ്പോൾ കഴിഞ്ഞ തവണത്തേത് സുരേഷ് ഗോപിയുടെ ഒരു വൺമാൻ ഷോ അല്ല, ഒരു ഫ്ലൂക്ക് അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു ചാൻസ് കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം ബി.ജെ.പിയുടെ പെർഫോമൻസ് മോശമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനൊരു ഉദാഹരണമാണ്. എന്ന് മാത്രമല്ല, അതിനുശേഷം നടന്ന പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ പുതുപ്പള്ളിയും തൃക്കാക്കരയും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ബി.ജെ.പി കാഴ്ചവെച്ചത് എന്നതുകൂടി കണക്കിലെടുത്താൽ ചേലക്കര അതുപോലെ തന്നെ വയനാട് ഇത് രണ്ടും ബൂത്തിലേക്ക് പോവാണല്ലോ മറ്റന്നാൾ. ഒരു ദുസ്വപ്നം നൽകുന്നുണ്ടോ? ശ്രീ അഭിലാഷ്, ചേലക്കര ആദ്യം നമുക്ക് എടുക്കാം. ചേലക്കരയിൽ ബി.ജെ.പിയുടെ സ്ഥാനത്ത് ശ്രീ കെ ബാലകൃഷ്ണൻ അവിടുത്തെ തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. 2 പ്രാവശ്യമായിട്ട് പട്ടികജാതിക്കാരനായിരുന്നിട്ടും ജനറൽ സീറ്റിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ജനകീയനായിട്ടുള്ള തദ്ദേശീയനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ ഞങ്ങൾക്ക് ഒരു അപ്പർ ഹെഡ് കിട്ടിയിട്ടുണ്ട്. നല്ല ഭരണം കാഴ്ചവെച്ചു. ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് ആ ഭരണം ഭരിച്ച് താഴെ ഇട്ടു. അതിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ചേലക്കരയിൽ പൊതുവേ ഉണ്ട്, തിരുവില്ലാമലയിൽ പ്രത്യേകിച്ചുണ്ട്. ഇവിടെ നമ്മളൊന്ന് കാണേണ്ടത്, അവിടെ 28 വർഷമായിട്ട് CPM മാത്രമാണ് അവിടുത്തെ MLA. അതിൽ 23 വർഷവും അവിടുത്തെ MLA ആയിരുന്നത് ശ്രീ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ സ്പീക്കറും മന്ത്രിയുമാണ്. അതുകൂടാതെ 5 വർഷം ഇപ്പോഴത്തെ പ്രദീപ് അവിടെ MLA ആയിരുന്നു. ഈ കേരളത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന അസംബ്ലി മണ്ഡലങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനം ചേലക്കര ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയമില്ല. 500ഓളം വരുന്ന പട്ടികജാതി സങ്കേതങ്ങൾ അവിടെയുണ്ട്. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും, കുടിവെള്ളം പോലും, ടാർപ്പയല്ലാതെ ഒരു റൂഫ് പോലും കെട്ടിക്കൊടുക്കാൻ സാധിക്കാത്ത ദയനീയ സാഹചര്യം ആ ചേലക്കരയിൽ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. കർഷകനും കർഷക തൊഴിലാളിയുമാണ് അവിടെയുള്ളത്. അവരുടെയൊക്കെ പുറത്ത് ചെങ്കൊടി കുത്തിക്കൊടുത്തതല്ലാതെ അവർക്ക് ഒരു വികസനവും എത്തിക്കാൻ 28 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി MLA ആയിരുന്നവർക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വശം ഒരിടത്ത് നിൽക്കുന്നു. ഇനി കോൺഗ്രസ് അവിടെ പിടിച്ചെടുക്കുമെന്നൊക്കെ ഉള്ള മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ടപ്പോൾ അവരോട് സഹതാപം തോന്നുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം പാട്ടും പാടി നടന്ന ഒരു MP അവിടെ ഉണ്ടായിരുന്നു. ആ MP ചേലക്കരയിലൂടെ ഒന്ന് പാട്ടുപാടിയെങ്കിലും പോയിട്ടുള്ളതായിട്ട് ചേലക്കരക്കാർക്ക് അറിയില്ല. ആ MP ആണ് ഇപ്പോൾ അവിടെ അസംബ്ലിയിലേക്ക് വന്ന് മത്സരിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഈ നാടിനെ പ്രതിനിധീകരിച്ച് ആ നാടിനെ ഒറ്റുകൊടുത്ത് ആ നാടിനെ ചതിച്ച് ആ നാട്ടിലെ ജനതയുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ 2 നേതാക്കന്മാരാണ്, 2 മുന്നണികളാണ് അവിടെ മത്സരിക്കുന്നത്. അതേ സമയത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു പഞ്ചായത്തിലെങ്കിലും മര്യാദയ്ക്ക് പ്രവർത്തിച്ച് ഇവർ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അസ്വസ്ഥത ഉണ്ടായപ്പോൾ അവർ ഒരുമിച്ച് ചേർന്ന് വലിച്ചു താഴെയിട്ട, അവിശ്വാസം കൊണ്ടുവന്ന് താഴെയിട്ട അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്നു. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ ജില്ല എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ കേരള ചരിത്രത്തിൽ സുവർണാലേഖിതം ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രം സംഭാവന ചെയ്ത ജില്ലയാണ്. ബി.ജെ.പിയുടെ താമര ചിഹ്നത്തിൽ ഒരാളിനെ ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് അയച്ച ജില്ലയാണ്. ആ ജില്ലയിൽ ഉൾപ്പെടുന്ന ചേലക്കര സ്വാഭാവികമായിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ച് വളരെ സംഘടനാ തലത്തിൽ വിജയസാധ്യതയും പൊട്ടൻഷ്യലുമുള്ള ഒരു മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യം മുതൽ ഇന്ന് ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിൽ വരെ ഇടതിനെയും വലതിനെയും പിന്നിലാക്കിക്കൊണ്ട് ബി.ജെ.പിക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അവിടുത്തെ അടിസ്ഥാന സംഘടനാ പ്രവർത്തനത്തിൽ വളരെ ദയനീയമായിട്ടുള്ള സാഹചര്യമാണെന്ന് 10 ദിവസം ചേലക്കരയിൽ പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ നിലയിൽ ഞാൻ പറയുന്നു.